പരിശുദ്ധിയായ മാതാവിനെ സംബന്ധിച്ച് നാം ധ്യാനിക്കുമ്പോൾ വിശുദ്ധന്മാരിൽ വിശുദ്ധയാണ് ദൈവമാതാവ്. മാതാവ് സമഗ്രമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥയാണ്. ഏത് നന്മകളുടെയും വിളനിലമാണ് പരിശുദ്ധ അമ്മ. ഷീ വാസ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ഓൾ ഗുഡ്നെസ് എന്നാണ് പറയുന്നത്. എവിടെ ഒരു നന്മയെ കുറിച്ച് പറയുന്നുവോ ആ നന്മയെല്ലാം പരിശുദ്ധ അമ്മയിൽ വിളനിലമായിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗദീപമാകണം. കേവലം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വേണ്ടി പറയുന്ന ഒരു വ്യക്തി എന്നത് മാത്രമല്ല, അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ്. കാരണം നമ്മളൊക്കെ ബലഹീനരാണ്, നമുക്ക് പരിമിതികളുണ്ട്. പരിമിതിയുള്ള നമ്മൾ ആ പരിമിതികൾക്കപ്പുറത്തേക്ക് ദൈവാനുഗ്രഹം യാചിക്കാൻ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത തേടും എന്നത് മാനുഷികമായൊരു സ്വാഭാവികതയാണ്. എന്നാൽ അതുമാത്രമല്ല വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികത ചുരുങ്ങി നമുക്ക് ആവശ്യങ്ങൾ നേടിത്തരുന്ന ഒരു ഏജന്റായി, ഒരു അംബാസഡറായി, അല്ലെങ്കിൽ നമുക്കും ദൈവത്തിനും മധ്യേ കാര്യങ്ങൾ നേടിത്തരുന്ന ഒരു ഏജന്റായി ഇന്ന് വിശുദ്ധന്മാര് മാറുകയാണ്. ഞാൻ അത്രയും പറയുമ്പോൾ നിങ്ങൾക്കത് രസിക്കുമോ എന്നെനിക്ക് അറിയില്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ ഒരു കാലത്ത് യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത്. പക്ഷേ അങ്ങനെ പറയാതിരിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനം മറിഞ്ഞു പോകും. വിശുദ്ധന്മാർ നമുക്ക് ഒരു മാർഗദീപങ്ങളാണ്. അവരുടെ ജീവിതത്തെ നമ്മൾ അനുകരിക്കണം. നമ്മളാൽ ആകുന്ന വിധത്തിൽ അവരെ നമ്മിലേക്ക് ചേർക്കണം, അവരെ മാതൃകയാക്കണം. അവിടെയാണ് അവരുടെ മധ്യസ്ഥതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് മധ്യസ്ഥത എന്നത് അത് ഒരു മോഡലിംഗ് കൂടെയാണ്, അതൊരു മാർഗമായി സ്വീകരിക്കുന്നത് കൂടെയാണ്. ഇന്ന് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയുള്ള ഈ ധ്യാനത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ഉം 47-ഉം വാക്യങ്ങളാണ്. ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ഉം 47-ഉം വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. വളരെ ലളിതമായ ചില ചിന്തകളാണ് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ആഴമുള്ള ചിന്തകളൊക്കെ പങ്കുവെക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നാൽ അതിലും ഉപരിയായി ലളിതമായ കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനെ പലപ്പോഴും വ്യാഖ്യാനിച്ച് മനുഷ്യർക്ക് മനസ്സിലാകാത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ വേദഭാഗത്തിൽ നിന്ന് ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ മറിയത്തിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താ? ആ ഒരു ചെറിയ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഒരു വലിയ പാട്ടാണ് എന്ന് നമുക്കറിയാം. ഇത് മാഗ്നിഫിക്കാത്ത്, മറിയം ഇപ്രകാരം പറഞ്ഞു എന്ന് ആരംഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ഗീതം. എലിസബത്തുമായ സമാഗമത്തിൽ അമ്മയുടെ ഉള്ളിൽ നിന്ന് ഒരു തിളച്ചു വരുന്ന ലാവ പോലെ പുറത്തേക്ക് വന്ന അതിസുന്ദരമായ ഒരു ഗീതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ നിയമത്തിൽ ശൗമേലിന്റെ അമ്മയായ ഹന്ന ഇതേപോലെ ഒരു ഗീതം ആലപിച്ചതായി 1 ശൗമേൽ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ ഗീതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മറിയം പറഞ്ഞു, എന്റെ ആത്മാവ്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ
ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആ ഉല്ലാസം എന്ന വാക്ക്, അതിന്റെ കാരണം എന്താണ്? മൈ ഹാർട്ട് റിജോയ്സ്ഡ് ഇൻ ദ ലോർഡ്. എന്റെ ഹൃദയം ദൈവത്തിൽ ഉല്ലസിക്കുന്നു. മറിയത്തിന്റെ ഉല്ലാസ കാരണങ്ങൾ എന്താണ്? മറിയത്തിന് ഉല്ലാസം ഉണ്ടായിരുന്നുവോ, ആനന്ദമുണ്ടായിരുന്നുവോ എന്നതിനെ കുറിച്ച് നമുക്ക് രണ്ടു പക്ഷമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉല്ലസിച്ചിരുന്നു, ആനന്ദിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ? ഒരു 4 കാരണങ്ങൾ ലളിതമായി എണ്ണി പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറിയത്തിന്റെ ആനന്ദ രഹസ്യങ്ങളിൽ ഒന്നാമത്തത്, മറിയത്തിന്റെ ജീവിതത്തിൽ ഒരു ഗബ്രിയേൽ ഉണ്ടായിരുന്നു. കുറെ കൂടെ ലളിതമായി പറഞ്ഞാൽ ഒരു ദൈവികമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഉല്ലാസത്തിന്റെ ആദ്യ കാരണം there was a divine intervention. ഒരു ഗബ്രിയേൽ ഉണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. ഒരു ഗബ്രിയേൽ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഗബ്രിയേൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം? പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ദൈവദൂതൻ വന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഐ ആം ഗബ്രിയേൽ ഹു സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വെറും ഗബ്രിയേൽ എന്നല്ല പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഞാൻ ദൈവസന്നദ്ധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ആ ഒരു കണക്ഷൻ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അമ്മയെ പോലെ താഴ്മയുള്ള ഒരു വ്യക്തിത്വമില്ല. അമ്മയെ പോലെ ദൈവസന്നദ്ധിയിൽ സമർപ്പിതമായ ഒരു വ്യക്തിത്വമില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, എല്ലാ നന്മകളുടെയും പ്രോട്ടോടൈപ്പ്, എല്ലാ നന്മകളുടെയും ആവിഷ്കാരമാണ് പരിശുദ്ധ കന്യാമറിയം. പക്ഷേ ഈ നന്മ എങ്ങനെയാണ് അവളിൽ രൂഢമൂലമായത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഒരു ഗബ്രിയേൽ ബന്ധം, ഒരു ദൈവിക ബന്ധം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവികമായ ഇടപെടലിനായി സ്വയം നിരുപാധികം അവൾ സമർപ്പിച്ചിരുന്നു. ഈ വാക്ക് മറക്കരുത്. എന്താണ് നിരുപാധികമായ സമർപ്പണം? ഇത് പറയുമ്പോൾ എനിക്ക് അത്രയും സമർപ്പണമുള്ള ഒരാളല്ല ഞാൻ പലപ്പോഴും ഉപാധികൾ വെക്കുന്ന ഒരാളാണ്. ഒരു യാക്കോബിസം എന്നിലുണ്ട്, നിങ്ങളിലുണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്താണ് യാക്കോബിസം എന്ന് പറയുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ, അതാണ് ഈ യാക്കോബിസം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല. അതിന്റെ വ്യത്യസ്തങ്ങളായ പെർസ്പെക്റ്റീവുകളുണ്ട്, ചിന്താതലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അമ്മ അങ്ങനെയല്ല പറയുന്നത്. അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും നീ എന്റെ സ്വന്തമാണ്, ഞാൻ നിന്റേതാണ്. ഇതാണ് നിരുപാധികമായ ദൈവസമർപ്പണം എന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ വിവാഹ കൂദാശ ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നാണ് എന്റെ ധാരണ. വലിയ ബഹളത്തിന്റെ ഇടയിൽ ചിലപ്പോ അതൊക്കെ കേൾക്കാതെ പോകുന്നുണ്ടാകാം. അതിന്റെ പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഒരു വിവാഹ ജീവിതം, കുടുംബ ജീവിതം എന്ത് എന്നത് ചെറിയ വാക്കുകളിലൂടെ പിതാക്കന്മാർ കോറിയിടുകയാണ്. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഉണ്ടാകുവാൻ അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രിയപ്പെട്ടവരെ, അമ്മ പഠിപ്പിക്കുന്ന ഒന്നാം പാഠം നിരുപാധികമായ ദൈവബന്ധം. നിരുപാധികമായ ദൈവബന്ധം. ഒരു ഉപാധികളും വെക്കാതെ
യാതൊരു കണ്ടീഷനുമില്ലാതെ, കണ്ടീഷനില്ലാത്ത ബന്ധത്തിന്റെ പേരാണ് സ്നേഹം. കണ്ടീഷൻ ഉള്ള ബന്ധത്തിന്റെ പേരാണ് ഇഷ്ടം. അതാണ് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹത്തിൽ കണ്ടീഷൻസ് ഇല്ല, സ്നേഹത്തിൽ അവിടെ യാതൊരു ഉപാധികളുമില്ല. ഇഷ്ടമാണെങ്കിലോ അവിടെ ഉപാധികളുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് കുടുംബജീവിതത്തിന്റെ സൗകുമാര്യത നഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം സ്നേഹത്തിൽ നിന്ന് ഇഷ്ടത്തിലേക്ക് നമ്മുടെ ജീവിതം അധപ്പതിച്ചു. അത് ദൈവബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ വ്യവസ്ഥകളില്ല, അവിടെ കണ്ടീഷനില്ല. ദൈവത്തോടുള്ള ബന്ധമാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ വ്യവസ്ഥകളില്ലാത്ത ബന്ധമാണ്. അതുകൊണ്ട് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ വേദനിച്ചു നിൽക്കുകയാണ്. ഇതെങ്ങനെ യുദ്ധം ചെയ്യുന്നേ? പ്രിയപ്പെട്ടവരല്ലേ നിൽക്കുന്നത്, ആരും കൂടെ ഇല്ലല്ലോ. അപ്പോ കൃഷ്ണൻ ഭഗവാൻ പറയുന്നൊരു വാക്കുണ്ട്, സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. വളരെ ആഴമുള്ള അർത്ഥമാണ്. എല്ലാം മറന്ന് ആരിൽ ആശ്രയിക്കുക? ദൈവത്തിൽ. അങ്ങനെ ആ ദൈവത്തെ ആരും സ്വന്തമായി ചിത്രീകരിക്കാൻ വേണ്ടി ആരെയും പീഡിപ്പിക്കേണ്ട കാര്യമില്ല. ഭാരതത്തിന്റെ സംസ്കാരം എന്തെന്നറിയാമോ? എല്ലാറ്റിനെയും ചേർത്തുകൊള്ളുന്ന സംസ്കാരമാണ്, എല്ലാറ്റിനെയും ഹൃദയത്തിലേക്ക്. കാരണം ആ സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്, സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നിരുപാധികമായ ഈശ്വര ബന്ധം. പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിന്റെ കാരണമായി മാറി. അത് അമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ വേദപുസ്തകം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ എവിടെ മനുഷ്യ ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ടോ, എവിടെ മനുഷ്യ ജീവിതത്തിൽ സന്നിഗ്ധതകളുണ്ടോ, എവിടെ മനുഷ്യ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത സമസ്യകളുണ്ടോ, മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ ഒരു മാർഗം പരിപൂർണമായി അവനിൽ ആശ്രയിക്കുക. സദൃശ്യവാക്യ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ അതിന്റെ പൂർണ്ണത എനിക്ക് ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാൻ ഒക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ വിവേകം ഉപയോഗിക്കും, ലോജിക്. നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മുടെ ലോജിക് ഉണ്ട്. നടക്കുവോ? ഇതെങ്ങനെ സാധിക്കും? ഹ്യൂമൻ ലോജിക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇതെങ്ങനെ നടക്കും? ഇത് സാധിക്കുന്ന കാര്യമാണോ? പക്ഷേ ജ്ഞാനിയായ ശലോമോൻ, എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമായിരുന്ന ആ മനുഷ്യൻ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അതിന് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്ക്, അതാ എനിക്ക് കുറച്ചുകൂടെ അതിന്റെ ആഴം, അതിന്റെ അർത്ഥം കുറച്ചുകൂടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. അത് എബ്രായ ഭാഷയിലും അങ്ങനെ ഒരു വാക്കാണ്, ആങ്കറിങ് എന്ന വാക്ക്. ആശ്രയിക്കുക എന്നതിന് ടു ഡിപ്പെൻഡ്. നമുക്കറിയാം, നമുക്ക് പലരെയും ആശ്രയിച്ച് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. ലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്കാർക്കും ജീവിക്കാനൊക്കെ ഇല്ല. ഞങ്ങൾ പുരുഷന്മാരാണെങ്കിൽ, ഭർത്താക്കന്മാരാണെങ്കിൽ ഞങ്ങളുടെ വലിയ ആശ്രയമാണ് ആര്? ഞങ്ങളുടെ ഭാര്യമാര്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഉല്യനായൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ചിന്തിക്കും, ഒരു നിമിഷം, ഒരു മണിക്കൂർ ഇല്ലാതെ വരുമ്പോൾ അറിയാം എത്രത്തോളം ആ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടെന്ന്. മറക്കല്ലേ കേട്ടോ. ഇല്ലാതെ വരുമ്പോഴും ആഗ്രഹിച്ചിട്ടും കിട്ടാതെ വരുമ്പോഴുമേ ഉള്ളത് എത്ര വിലയുള്ളതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. ഒന്നുകൂടെ പറയാം, ഇല്ലാതെ വരുമ്പോഴും ആഗ്രഹിച്ചിട്ടും കിട്ടാതെ വരുമ്പോഴുമേ ഉള്ളതൊക്കെ എത്ര വിലയുള്ളതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. അതെവിടെ വേണമെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തു. അത് ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭർത്താവിന്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ. അതേത് കാര്യത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്തു. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോ, തീവ്രമായി ആഗ്രഹിച്ചിട്ടും കിട്ടാതെ വരുമ്പോഴുമേ
അതെത്ര വിലയുള്ളതായിരുന്നു, മൂല്യമുള്ളതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആങ്കറിങ് ഇൻ ഗോഡ്. ആങ്കർ എന്ന് വെച്ചാൽ എന്താ? ആങ്കർ, ANCHOR, നങ്കൂരം അല്ലേ? ഇപ്പൊ കേരളത്തില് 1-2 കപ്പൽ അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ കപ്പൽ ഭാഷ കുറച്ചുകൂടെ ഇപ്പൊ മലയാളികൾക്ക് സുപരിചിതമാണ്. ആങ്കറിങ് എന്ന് വെച്ചാൽ നങ്കൂരമിടുക. റഫ് സീ ആണെങ്കിൽ കടലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കപ്പിത്താൻ, ക്യാപ്റ്റൻ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എന്ത് ചെയ്യും? ഈ ആങ്കർ ചെയ്യും. അത് വെറുതെ ഇടാൻ ഒക്കത്തില്ല, ചാടിക്കറി ഇടാൻ ഒക്കില്ല. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത്. ഇവിടെ ജ്ഞാനിയായ സലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ, വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ്, വിത്ത് ഫുൾ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ നമുക്കൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: ദൈവത്താൽ സാധിക്കാത്തത് ഒന്നുമില്ല. അവിടെ ലോജിക് ഇല്ല പ്രിയപ്പെട്ടവരെ. ഹ്യൂമൻ ലോജിക് അവിടെ അപ്ലൈ ചെയ്യത്തില്ല. നോക്കുക, ഒരു വിശുദ്ധന്റെ തിരുശേഷിപ്പിടം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായത്. എന്താണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പ്രത്യേകത? അദ്ദേഹത്തിന് ഹ്യൂമൻ ലോജിക്ക് പ്രകടിപ്പിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യനല്ല, പട്ടാളക്കാരൻ, ആർമി ചീഫ്. വളരെയേറെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഭരണ സാഹചര്യത്തിൽ സ്വാധീനമുണ്ടായിരുന്നയാൾ. പക്ഷേ ആ സ്വാധീനത്തെക്കാൾ അദ്ദേഹം ആശ്രയിച്ചത് ആരിലാണ്? ദൈവത്തില്. എനിക്കൊന്നേ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളൂ: ആങ്കർ ഇൻ ഗോഡ്. ആങ്കർ ഇൻ ഗോഡ്. നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി, നിരുപാധികമായി, പൂർണ്ണമായി അവനിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തപിക്കുന്ന താപത്തിന്റെ ലാവ പോലെ ഒഴുകുന്ന സങ്കടത്തിന്റെ പൂർണ്ണതയിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആനന്ദിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകം മുഴുവൻ അങ്ങനെയുള്ളവരുടെ ചില ചരിത്രങ്ങൾ. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്, സുറിയാനി പിതാക്കന്മാർ യേശു ക്രിസ്തുവിന്റെ പ്രോട്ടോടൈപ്പായി കാണുന്നയാളാണ്. ആര്? ജോസഫ്. യേശു ക്രിസ്തുവിന്റെ മുൻകുറിയായി. നമുക്കറിയാം, അത് എത്ര നിങ്ങൾക്കത് അറിയാവുന്ന ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. ടിപ്പോളജി. ടിപ്പോളജി എന്ന് വെച്ചാൽ എന്താ? പുതിയ നിയമത്തിൽ കാണുന്ന വ്യക്തികളുടെയും സംഭവത്തിന്റെയും പ്രതിരൂപം പഴയ നിയമത്തിൽ നിഴലായി കാണുന്നതിന്റെ പേരാണ് എന്ത്? ടിപ്പോളജി എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ കാണുന്ന വ്യക്തികളുടെയും സംഭവത്തിന്റെയും നിഴൽ. ഇപ്പൊ മാമോദീസായുടെ ഒരു നിഴലാണ് എന്ത്? ചെങ്കടൽ കടന്നത്. ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ആര്? ജോസഫ്. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് വേദം ഇങ്ങനെയാണ് സാക്ഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം മുഴുവൻ, അത് ഇന്ന വാക്യം എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം മുഴുവൻ ഈ ഒരു വാക്കുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്: യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ കൈ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇത്രയും പ്രാർത്ഥിച്ച മതി കേട്ടോ. അതിന്റെ അർത്ഥം വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ഇതൊന്ന് പ്രാർത്ഥിക്കണം: നിന്റെ കൈ എന്റെ മേൽ എന്നും ഉണ്ടാകണമേ. നിന്റെ ചിന്ത എന്റെ മേൽ എന്നും ഉണ്ടാകണമേ. നിന്റെ ഒരു ആലോചന എന്റെ മേൽ എന്നും ഉണ്ടാകണമേ. ദൈവം നമുക്ക് തരുന്ന വലിയ വാഗ്ദത്തം എന്താണെന്നറിയാമോ? നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നന്മയ്ക്കുള്ളതാണ്, എന്തല്ല തിന്മയ്ക്കുള്ളതല്ല. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ അടിവരയിടേണ്ട വാക്യങ്ങളാണ്. നമ്മുടെ വീട്ടിലാകുന്ന സ്ഥലത്ത് ഒന്ന് എഴുതി വെക്കേണ്ട വാക്യങ്ങളാണ്. ഒരു ചെറിയ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് ഓരോ പ്രഭാതങ്ങളിലും, ഓരോ പ്രദോഷങ്ങളിലും, ഓരോ സങ്കടങ്ങളിലും നമ്മളൊന്ന് വായിക്കേണ്ട വാക്യമാണ്: ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, എ പ്ലാൻ ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ, നോട്ട് ഫോർ യുവർ ഈവിൾ. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്,
അത് നിന്റെ നന്മയ്ക്കുള്ളതാണ്, എന്തല്ല തിന്മയ്ക്കുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഏത് വ്യക്തിയെ കുറിച്ചും ദൈവത്തിന് പദ്ധതി. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിനെ കുറിച്ച് ഏറ്റവും ധന്യമായിട്ട് പറയുന്നതാണ്, അവന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവം. അല്ലെ, എല്ലാ നിമിഷങ്ങളിലും. ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിന്റെ സമഗ്രതകളെ അനുഭവിച്ചയാളാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ പിറ്റ്, പ്രിസൺ, പാലസ്. വല്ലതും മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനെ ചെറിയ ചെറിയ ചിന്തകൾ മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. ജോസഫിന്റെ ജീവിതത്തിൽ 3 P. എന്തൊക്കെ? പിറ്റ് എന്ന് വെച്ചാൽ എന്താ? കുഴിയിലിട്ടു. ആര്? സ്വന്തക്കാര്. കുഴിയിൽ എപ്പോഴും ഇടുന്നത് ആരായിരിക്കും? സ്വന്തക്കാര്. അത് സഭയാണെങ്കിലും സമൂഹത്തെ ആണെങ്കിലും അത് നമ്മളെ ആണെങ്കിലും. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത്, ഒരുവന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാര് തന്നെ, സൂക്ഷിച്ചോണം. അപ്പൊ കുഴിയിലിടുന്നത് ആരായിരിക്കും? സ്വന്തക്കാര് തന്നെയായിരിക്കും. കൂടുതൽ ആസ്വദിച്ചവരും അനുഭവിച്ചവരുമായിരിക്കും വലിച്ചെവിടെ ഇടുന്നത്? കുഴിയിൽ. പിറ്റ്. രണ്ടാമത്തത് എന്താ? പ്രിസൺ. എങ്ങോട്ടാ പോയി? ജയിൽ. അല്ലേ? താൻ പ്രതിരോധിച്ച ചിന്തകൾ തന്നെ തനിക്കെന്തായി? തനിക്കെതിരെയുള്ള തെളിവായി. ചിന്തിച്ചോ? മനസ്സിലായോ? താൻ പ്രതിരോധിച്ച കാര്യങ്ങൾ, പൊത്തിഫേറിന്റെ ഭാര്യയുടെ ആസക്തിക്ക് മുമ്പിൽ അതിനെ പ്രതിരോധിച്ചത് എന്തുകൊണ്ടാ? തന്റെ അങ്കി കൊണ്ടാണ്. തന്റെ അങ്കി കൊണ്ടാണ് ജോസഫ് പ്രതിരോധിച്ചത്. പക്ഷേ ഈ അങ്കി പോലും അയാൾക്ക് എന്തായി? എതിർ തെളിവായിട്ട് മാറി. അച്ഛൻ ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പാവം, 2 പാവം സിസ്റ്റേഴ്സ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കേട്ടോ. അവർ എന്തിനെ പ്രതിരോധിച്ചുവോ അത് തന്നെ അവർക്ക് പ്രയാസമായിട്ട് മാറുന്നു. ഇതൊക്കെ അനന്തര കാലഘട്ടങ്ങളിൽ തിരിച്ചടിക്കുന്ന ചില പ്രതിസന്ധികൾ. അതിന്റെ അർത്ഥം ഒരു മതത്തെയോ ഒരു സംവിധാനത്തെയോ ഒരു ഭരണ സംവിധാനത്തെയോ എതിർക്കുക എന്നതല്ല. ഏതു മതത്തിലും ആ മതത്തിൻ്റെതായ തത്വങ്ങളില്ലാത്ത, ആ മതം പഠിപ്പിക്കുന്ന തത്വങ്ങളില്ലാത്ത തീവ്രവാദികൾ അത് എല്ലാ മതത്തിലും ഉണ്ട്. ക്രിസ്തു മതത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും അങ്ങനെയുള്ള തീവ്രവാദി അവരാണ് ഈ സത്യത്തിൽ നന്മയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ മാർഗം നശിപ്പിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജോസഫ് തന്റെ ജീവിതത്തെ പ്രതിരോധിച്ച ആ അങ്കി തന്നെ അയാൾക്ക് എതിരായി. പക്ഷേ അയാൾ എവിടെ എത്തി? പാലസ്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ എല്ലാ സാഹചര്യങ്ങളിലും, സങ്കടങ്ങളിലും, ആസക്തികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലും, അധികാരത്തിലും, അധികാരം കിട്ടി പ്രതികരിക്കുവാൻ, പ്രതികാരം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴും ദൈവത്തിന്റെ കരം അയാളുടെ മേൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കരം പരിശുദ്ധയായ മാതാവിൽ ഉണ്ടായിരുന്നു. ആ കരത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ നോമ്പിൽ ആനന്ദത്തിന്റെ ഒന്നാം കാരണം, പരിശുദ്ധ അമ്മയുടെ ആനന്ദത്തിന്റെ ഒന്നാം കാരണം എന്ത്? ഒരു ഗബ്രിയേൽ ഉണ്ടാവുക, എ ഡിവൈൻ ഇന്റർവെൻഷൻ. സ്വർഗവും നാമും തമ്മിലുള്ള ഒരു ബന്ധം. അതുകൊണ്ട് നിരന്തരം ഞാൻ മുമ്പ് പറഞ്ഞ പ്രാർത്ഥന നടത്തണം. നിന്റെ കൈ എൻ്റെ മേൽ വെക്കണമേ, നീ എനിക്ക് നിന്റെ കരം കൊണ്ട് ഒരു വഴി കാണിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയല്ലോ, ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്കറിയില്ല, എന്ത് സംഭവിക്കുമെന്നറിയാത്ത ചില നിമിഷങ്ങളിൽ നമ്മെ സ്വാധീനിക്കുന്നതാണ് ദൈവത്തിന്റെ കരം. ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകം, വളരെ ലളിതമായ DC ബുക്സിൽ നിന്ന് മേടിച്ച് വായിച്ച ഒരു പുസ്തകമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് അറിയാം. പക്ഷേ ഈ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരു മലയാളി, PM നായർ എന്ന ഒരു IAS. അദ്ദേഹം 5 വർഷം 2002 മുതൽ 2007 വരെയുള്ള അബ്ദുൽ കലാമിന്റെ പ്രസിഡൻസി കാലത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ മനുഷ്യനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ദി കലാം ഇഫക്റ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് ഈ PM നായർക്ക് അബ്ദുൽ കലാമുമായിട്ടുള്ള അവരുടെ ആ കാലത്തെ കുറിച്ച്, മൈ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രസിഡന്റ്, അതാണ് കലാം ഇഫക്റ്റ്. അതൊരു സംഭവം പറയുന്നുണ്ട്. ഈ സംഭവം 2003 ഓഗസ്റ്റ് മാസം 15-ാം തീയതി
ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ഒരു സംഭവമാണ്. അന്ന് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഇന്ത്യൻ രാഷ്ട്രപതി ഭവനിൽ നടക്കുകയാണ്. അബ്ദുൽ കലാം രാഷ്ട്രപതി ആയത് 2002 അതിന്റെ പിറ്റേ വർഷമാണ്. ആദ്യത്തെ സ്വാതന്ത്ര്യ ദിന ഒരു പ്രോഗ്രാമാണ്. 2000 മുതൽ 3000 വരെ ആളുകളെ പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നല്ല ഓഡിറ്റോറിയംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും പേരെ പങ്കെടുപ്പിക്കാൻ ഒക്കുന്ന സ്ഥലമില്ല. അതുകൊണ്ട് രാഷ്ട്രപതി ഭവന്റെ മുറ്റത്തെ മുഗൾ ഗാർഡനിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഓഗസ്റ്റ് മാസം നമുക്കറിയാം, ഡൽഹിയിലൊക്കെ നല്ല ചൂട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് നല്ല ചൂടുള്ള കാലാവസ്ഥ. ഒരു മഴ പോയിട്ട് മഴത്തുള്ളി പോലും വീഴുന്ന സമയമല്ല. എങ്കിലും ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് അവർ ഫോർകാസ്റ്റ് നോക്കി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു, ഒരു മഴയില്ല, ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാം നടത്താം. PM നായർ ഈ പ്രോഗ്രാം എല്ലാം ക്രമീകരിച്ച് ഉച്ചയ്ക്ക് വൈകിട്ട് 5 മണിക്കാണ് ഈ പ്രോഗ്രാം നടത്തേണ്ടത്. ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴേക്കും NCR ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ കറുത്ത മേഘം കൊണ്ട് മൂടാൻ തുടങ്ങി. ഈ PM നായർക്ക് വലിയ പ്രയാസമായി, ഇതെങ്ങനെയാ ഈ മീറ്റിംഗ് നടത്തുന്നത്? 2000 പേര് 3000 പേര് കടന്നു വരുന്ന മീറ്റിംഗ് ആണ്. മാത്രമല്ല, അബ്ദുൽ കലാമിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനാണ്. PM നായർ വളരെയേറെ ആശങ്കാകുലനായി. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, കിട്ടാവുന്ന കുടകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു, പക്ഷേ ഈ കുട കൊണ്ട് ഈ മഴയത്ത് എന്ത് കാര്യം? അദ്ദേഹം ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇടയ്ക്ക് അബ്ദുൽ കലാമിനെ കാണാൻ വേണ്ടി PM നായർ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടിട്ട് കലാം ചോദിച്ചു, നായർ, വാട്ട് ഹാപ്പൻ ടു യു? ഉടനെ ആദ്യം മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം ഈ പ്രസിഡന്റിനോട് എങ്ങനെ ഇത് പറയുന്നേ? ഇന്ത്യയുടെ 1ാമത്തെ പൗരൻ ഇത് പറയുന്നത് എങ്ങനെ? നായർ മൗനം പാലിച്ചു. പിന്നെ അബ്ദുൽ കലാം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നായർ, വാട്ട് ഹാപ്പൻ ടു യു? പറ. ഉടനെ നായർ ഈ കാര്യം പറഞ്ഞു. അബ്ദുൽ കലാം ശാന്തമായിട്ട് ഇത് കേട്ടിരുന്നു. എന്നിട്ട് തന്റെ മുറിക്ക് പുറത്തേക്ക് അദ്ദേഹം എത്തിയിട്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഐ ഹാവ് സ്പോക്കൺ ദേർ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്നൊന്നും PM നായർക്ക് മനസ്സിലായി. ഐ ഹാവ് സ്പോക്കൺ ദേർ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്, പ്രോഗ്രാം നടക്കട്ടെ. എന്തായിരുന്നാലും ആ സംഭവത്തെ കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 4:30 മണിക്ക് വളരെ തുമ്പിക്കൈ വണ്ണത്തിലാണ് മഴ പെയ്യുന്നത്. ഡൽഹി നിറഞ്ഞ ഡൽഹിയുടെ റോഡുകൾ കുതിരുന്ന തരത്തിലുള്ള കുതിച്ചൊഴുകുന്ന വെള്ളം. 4:30 മണിക്ക് മഴ. രാഷ്ട്രപതി ഭവന്റെ ചുറ്റുപാടും 1 കിലോമീറ്റർ ചുറ്റളവിൽ മഴ നിന്നു. മീറ്റിംഗ് 5 മണിക്ക് തുടങ്ങി. 6:30 മീറ്റിംഗ് കഴിഞ്ഞു. മഴ വീണ്ടും പഴയ അവസ്ഥയിൽ വന്നു. ഇത് കഴിഞ്ഞിട്ട് PM നായർ, അദ്ദേഹത്തിന്റെ ഈ എക്സ്പീരിയൻസ് വിത്ത് പ്രസിഡന്റ് എന്ന ആ സംഭവമാണെങ്കിൽ അത് ഓരോ സംഭവത്തിന്റെ താഴെ നായർ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് കൂടെ എഴുതും. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഹാവ് സ്പോക്കൺ ദേർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വല്ലതും ഈ മിഗ് വിമാനങ്ങൾ വല്ലതും അയച്ച്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് 3 സൈന്യത്തിന്റെയും അധിപനാണ്. മിഗ് വിമാനങ്ങൾ വല്ലതും അയച്ചു വല്ലതും പുള്ളിക്കാരന് വല്ലതും പരിപാടിയുണ്ടോ? കാരണം ഇദ്ദേഹം ഈ ഭൗമശാസ്ത്രവും അതോടൊപ്പം തന്നെ അപ്പുറത്തൊക്കെ പഠിച്ച ആളാണല്ലോ. ഇതിന് വല്ല മാർഗം വല്ലതും ഉണ്ടോ? പണ്ട് അർജുനൻ അമ്പ് എയ്ത് മഴയെ ശമിപ്പിച്ചതുപോലെ വല്ല മാർഗം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അവസാനം നായർ എഴുതിയിരിക്കുകയാണ്, there I understand there is a higher person, even the highest one. There I understand there is a higher person, even the highest one. ഏറ്റവും വലിയ ആളെന്ന് പറയുന്ന ആളിന്റെ മുകളിലും ആരുണ്ട്? ഒരാളുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് അത് മനസ്സിലായി, കന്യാമറിയത്തിന് അത് മനസ്സിലായി. ഇന്ന് ഈ നോമ്പാരംഭത്തിൽ നമുക്ക് കൂടെ പൂർണ്ണമായി അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ദൈവം നമ്മോടൊപ്പമുണ്ട്. വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം, 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, അവിടെ എല്ലാം കാണുന്നത് ഇങ്ങനെയാണ്,
ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ. ദൈവമായ യഹോവയുടെ വാക്കും യഹോവയുടെ നിയോഗവും നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ ദൈവത്തെ അമ്മ കണ്ടെത്തിയ, സഹദ കണ്ടെത്തിയ ദ ഹയസ്റ്റ് പേഴ്സൺ, ആ ദൈവത്തെ നിരുപാധികം കണ്ടീഷൻ ഒന്നും കൂടാതെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിലേക്ക് ഒരാങ്കറിങ്ങായി അവനിൽ പൂർണ്ണമായി നങ്കൂരമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെയൊക്കെ പിതാക്കന്മാരത് ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ ആധ്യാത്മികത അതായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചയും ഉള്ളൊരു കാലം ഞാൻ ഇപ്പോഴും ഓർത്തു പോകുകയും, വലിയ വീടൊന്നുമല്ല, ചാണകം മെഴുകിയ തറയാണ്, ഓലമേഞ്ഞ വീടാണ്. പക്ഷെ 4:30 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ അപ്പൻ വല്യപ്പൻ ഒരു പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥനയുടെ പേര് പ്രായമുള്ളവർക്ക് അറിയാമോ? ആ പ്രാർത്ഥനയുടെ പേരാണ് മയ്യിലിൻ്റെ നമസ്കാരം. അതറിയാമോ? നിങ്ങൾക്കറിയാം, ഉണ്ടെങ്കിൽ അറിയാമെന്ന് പറ. പിള്ളേർക്ക് അറിയില്ല. ഞാനൊരു 3 മാസം മുമ്പ് കേരളത്തിന് വെളിയിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ അറിയാതെ വന്നു പോയത്, ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുതെന്ന് ഇപ്പൊ മനസ്സിലോർത്താ പറയുന്നത്, അറിയാതെ വന്നു പോയ വാക്കാണ് മയ്യിൽ. മയ്യിലിൻ്റെ നമസ്കാരം. അപ്പോൾ ഇവിടുത്തെ പോലല്ല, പിള്ളേരൊക്കെ പള്ളി വരുന്ന നാടാ. കേരളത്തിന് വെളിയിൽ കുറച്ചുകൂടെ പിള്ളേർ പള്ളിയിലൊക്കെ വരും. മാതാപിതാക്കൾക്ക് അവർ പള്ളി വരണമെന്നും സൺഡേ സ്കൂൾ പഠിക്കണമെന്നും ഒക്കെ കുറച്ചുകൂടെ ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ പിള്ളേർ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ചു, what അച്ഛൻ ഈസ് സേയിങ്? അപ്പൊ അവള് ഭയങ്കര ബുദ്ധിമതിയാ. അവള് പറഞ്ഞു കൊടുത്തും, അച്ഛൻ ഈസ് സേയിങ് അബൌട്ട് പീകോക്ക്. അവർ അത്രയെങ്കിലും മനസ്സിലാക്കിയല്ലോ, പീകോക്കിന്റെ കാര്യമാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതപ്പെട്ട തിരുനാമത്തിന് പാടുന്നതും പ്രഭാത സമയത്ത് തന്റെ കൃപയും രാത്രികാലങ്ങളിൽ തന്റെ വിശ്വസ്തതയും ആചരിക്കുന്നതും എത്രയോ നല്ലതാകുന്നു. കർത്താവേ, പ്രഭാത സമയത്ത് എന്റെ ശബ്ദം നീ കേൾക്കണമേ. കർത്താവേ, ലോകരൊക്കെയോടും. പഴയ മലയാളം അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം. പണ്ടെങ്ങനെയാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? പഴയ പാമ്പാക്കുട നമസ്കാരക്രമം നോക്കിയാൽ അറിയാം. അവിടുത്തെ ഭാഷ ഇതായിരുന്നു, കർത്താവേ, ലോകരൊക്കെയോടും കരുണ ചെയ്യണമേ. നമ്മുടെ വീടുകളിൽ നിന്ന് രാവിലെ കേട്ട പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരോടും കരുണ ചെയ്യണം. കാരണം എന്താണ്? നീ ഞങ്ങളുടെ തമ്പുരാനാണ്. ഞാനിപ്പോഴും ഓർക്കുകയും, എൻ്റെ വല്യപ്പന് സ്ഥിരമായൊരു പാട്ടുണ്ടായിരുന്നു. പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമാണ്. എൻ്റെ ശബ്ദം അതിനൊക്കെ കുഴപ്പമാണ്. അപ്പൊ ആ ശബ്ദത്തിൽ വെച്ച് ഇങ്ങനെ അപ്പം വല്യപ്പൻ പാടും, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് നാളയെ കൊണ്ടൻ മനസ്സിൽ ലേവാലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ഭാരമെന്നോ വ്യസനമെന്നോ തീർന്നു, വെടിമരുന്ന് തീർന്നു. ആ പാട്ടേ 18 സ്റ്റാൻസ ഉള്ള പാട്ടാ. ഇപ്പൊ പുസ്തകത്തിൽ അച്ചടിച്ചപ്പോ 4 സ്റ്റാൻസേ ഉള്ളൂ. വീട്ടിലെ പഴയ പുസ്തകം തട്ടുംപുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, പഴയ പുസ്തകം എന്ന് പറയുന്നത് പഴയ കുർബാനക്രമം ഇങ്ങനെ കുരിച്ച് ചരിച്ചിരിക്കുന്ന ഒരു കുർബാനക്രമം അറിയാമോ? അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിന്റെ തട്ടുംപുറത്തുണ്ടെങ്കിൽ അതൊന്ന് തപ്പിപ്പറക്കണം. ഈ 18 സ്റ്റാൻസയിൽ ഒരു സ്റ്റാൻസയാണ്. എൻ്റെ അപ്പച്ചനത് പാടുമ്പോ അമ്മച്ചും കൂടെ ചേർത്ത് ഭയങ്കര ഉച്ചത്തിൽ പാടും. ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കുരപ്പാൻ വകയെന്ത്,
സമസ്ത ഭാരം യേശു മാർവിൽ ചേർത്തല്ലോ. ഓർത്തോണം, 10-30 വർഷം മുമ്പുള്ളൊരു കാലമാണ്. മണ്ണിൽ കിളച്ച് കല്ല് കയ്യാലയായി അടുക്കി കപ്പയിട്ട് കപ്പത്തണ്ട് വളർന്ന് എലി കൊണ്ടുപോകാതെ, കാറ്റടിച്ച് മറിഞ്ഞു പോകാതെ ആ കപ്പ വിറ്റ് വീടിന്റെ അരിമേടിക്കേണ്ട ഗതികേടുള്ളൊരു കാലം. 4 പെൺപിള്ളേർ ആപ്പസാരിയും ചുറ്റി മാറി മാറി, പാവാടയും മാറി മാറി ഉഴുത്ത് മൂക്കളയും പിഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു കാലം. ആ കാലത്തിലാണ് വല്യപ്പൻ പാടുന്നത്, ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കുരപ്പാൻ വകയെന്ത്, സമസ്ത ഭാരം യേശു മാർവിൽ ചേർത്തല്ലോ. ഈ അവബോധം ആർക്കുണ്ടായിരുന്നു? അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആനന്ദത്തിന്റെ രഹസ്യം, ഒന്നാം കാരണം ഒരു ഗബ്രിയേൽ ഉണ്ടാവുക. രണ്ടാമത്തെ കാരണമായി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു എലിസബത്ത് ഉണ്ടാവുക. നമുക്ക് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ ഒരു എലിസബത്ത് ഉണ്ടാകണം. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 36-ാമത്തെ വാക്യം, നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിച്ചവൾക്ക് ആ മാസവും കൂടെ പറഞ്ഞു, കൃത്യമായി സ്പെസിഫൈ ചെയ്തു. ഇത് ഉണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെ ഇത്ര നാളായി, ഇനിയും മാറാൻ യാതൊരു താരത്തിലും സാധ്യതയില്ല. മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾക്ക് ഇപ്പോൾ 6-ാം മാസം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ സന്തോഷം എന്റെ സന്തോഷത്തിന് കാരണമാകും. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുമ്പോൾ അത് എന്റെ സന്തോഷത്തിന്, ആനന്ദത്തിന് കാരണമാകും. അതാണ് സന്തോഷിക്കാനുള്ള മാർഗം. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, 12-ാം അധ്യായം 15-ാമത്തെ വാക്യം, കരയുന്നവരോടുകൂടി കരയുകയും സന്തോഷിക്കുന്നവരോടുകൂടി. നിങ്ങളുടെ എനിക്കറിയില്ല, എൻ്റെ കാര്യം പറഞ്ഞ ആദ്യത്തെ ഭാഗം ഭംഗിയായിട്ട് ചെയ്യുന്നയാളാണ് ഞാൻ. എന്ത്? കരയുന്നവരോടുകൂടി. എന്തോ ഒരു സങ്കടമാണ്. നമ്മുടെ അയൽവക്കത്ത് വല്ല സങ്കടം ഉണ്ടായാൽ നമുക്ക് എന്തോ ഒരു സങ്കടം, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എത്ര സമയത്തേക്കാണ് നമ്മുടെ ആ സങ്കടം? അതും എൻ്റെ വീട് തന്നെയാണ് എനിക്ക് നല്ല ഉദാഹരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് ഇടുക്കിയിലെ തേക്കടിയിൽ ബോട്ട് മുങ്ങിയ സംഭവം? ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു 10-30 പേര് ഉത്തരേന്ത്യൻ യാത്രക്കാര് ബോട്ട് മുങ്ങി മരിച്ചു. അന്ന് എൻ്റെ വല്യമ്മച്ചി കിടപ്പ് രോഗിയാണ്, കിടപ്പാണ്. അപ്പോൾ വൈകിട്ട് 8 മണിയാകുമ്പോഴാണ് അമ്മച്ചിക്ക് അത്താഴം കൊടുക്കുന്നേ. അത്താഴം ചെന്ന് ഒന്നുകിൽ വാരി കൊടുക്കും, അല്ലെങ്കിൽ സ്പൂണിൽ കൊടുക്കും, അല്ലെങ്കിൽ അമ്മച്ചി എടുത്ത് കഴിക്കില്ല. അപ്പോൾ 8 മണിയാകുമ്പോൾ അമ്മച്ചിക്ക് അത്താഴം വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്. ഇടുക്കിയിൽ തേക്കടിയിൽ ബോട്ട് മുങ്ങി, ഒത്തിരി മരിച്ചു, ആളുകൾ മരിച്ചു. എല്ലാം സങ്കടകരമായ വാർത്ത. അപ്പം എൻ്റെ ഭാര്യ അത്താഴവുമായിട്ട് അമ്മച്ചിയുടെ മുറിയിലെത്തി. അമ്മച്ചിയോട് പറഞ്ഞു, എഴുന്നേക്ക്, ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാം, ഇന്ന് ഭക്ഷണം കഴിക്കാം. ഉടനെ എൻ്റെ അമ്മച്ചി പറയുക, എനിക്ക് അത്താഴം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. എൻ്റെ ഭാര്യ ഒരു ചോദ്യം, അമ്മച്ചി അങ്ങനെ പറയുന്നേ? ഉടനെ പറഞ്ഞു, എടി നീ കേട്ടില്ലേ, തേക്കടിയിൽ ബോട്ട് മുങ്ങി ഇത്രയും പേര് മരിച്ച സംഭവം നീ കേട്ടില്ലേ? എങ്ങനെയാണ് ഈ അത്താഴം കഴിക്കാൻ പറ്റുന്നത്? എൻ്റെ അമ്മച്ചി അന്ന് അത്താഴം കഴിച്ചില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായത്, ഇനി മുതൽ എൻ്റെ വല്യമ്മ ഭക്ഷണം കഴിക്കുകയേയില്ല. നേരം വെളുത്തു, ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് 7:45-8 മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നത്. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി ഇന്ന് ഭക്ഷണമായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട, നമുക്ക് നോക്കാം എന്താണ്. 7:45 ഭക്ഷണം ചെന്നില്ല. 8 വരെ ക്ഷമിച്ചു എന്നൊരു മുരടണക്കം കേൾക്കുന്നുണ്ട്. അവിടെ ആരും ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. 8:15 രൂക്ഷമായി, എനിക്ക് വിശക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, അമ്മച്ചി ഇന്നലെ വൈകിട്ട് അമ്മച്ചി പ്രഖ്യാപിച്ചില്ലായിരുന്നോ ഇടുക്കി തേക്കടിയിൽ ബോട്ട് മുങ്ങിയത് കൊണ്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്? ഉടനെ എൻ്റെ അമ്മച്ചി പ്രായോഗികമായി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ അത് ഇന്നലെ അല്ലയോ? അതാണ് കരയുന്നവരോടുകൂടി, അത് ഇന്നലെ
ഇന്നലെയല്ലേ? അത് ഇന്നലെയല്ലേ? കരയുന്നവരോടുകൂടി കരയുക എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. സിമ്പതി. ആർക്കെങ്കിലും ഒക്കെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തൊലിയെ ബാധിക്കാത്തിടത്തോളം അതൊക്കെ വെറും പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് മാറും, അല്ലേ? ഞാൻ ഒരിക്കലും അതിനെ വിമർശിക്കുകയൊന്നുമല്ല. ഇപ്പൊ തന്നെ ഉണ്ടാകുന്ന സംഘർഷം എല്ലാവരും പ്രകടനം നടത്തും. വാ മൂടി, തല മൂടി, എല്ലാവരും പ്രകടനമാണ്. പക്ഷെ അപ് ടു വാട്ട് എക്സ്റ്റെന്റ്? എവിടെ വരെയുണ്ട് ഇതിൽ ആത്മാർത്ഥത? എവിടെയുണ്ട് ഇതിൽ സിൻസിയറിറ്റി? പ്രിയപ്പെട്ടവരെയും, കരയുന്നവരോടുകൂടി കരയുക എന്നത് ടൈം ബേസ്ഡ്. പക്ഷെ എന്റെ തൊലിയെ ബന്ധിക്കുമ്പോഴാണ് അതെനിക്ക് വേദനയാകുന്നത്. സെമിനാരി പഠിക്കുന്ന സമയത്ത് തോമസ് അച്ഛനാണ് ഞങ്ങൾ സൈക്കോളജി പഠിപ്പിച്ചത്. അച്ഛൻ 2 വാക്കുകൾ പറയും. ഒന്ന് സിമ്പതി. സിമ്പതി എന്ന് വെച്ചാൽ എന്താ? അനുശോചനം എന്നോ ആകുലത എന്നോ എന്നൊക്കെ പറയും. ഒരാളുടെ സങ്കടം വരുമ്പോ ഈയുടീ എന്നൊക്കെ പറഞ്ഞ് ഇപ്പുറത്തോട്ട് മാറിയ 4000-ന്റെ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കും, 30,000-ന്റെ ബാഗും തൂക്കിക്കൊണ്ട് നടക്കും. കാരണം സങ്കടം അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടുന്നത് സങ്കടമല്ല, പിന്നെ എമ്പതിയാണ്. എമ്പതി എന്ന് വെച്ചാൽ എന്താ? അനുഭാവം. ആ വ്യക്തിയുടെ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമ നമുക്കതിന്റെ പ്രായോഗികതയിലേക്ക് നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും. അമ്മയുടെ സന്തോഷത്തിന്റെ 2ാമത്തെ കാരണം എന്തെന്നറിയാമോ? ഒരു എലിസബത്ത് ഉണ്ടാവുക. നമുക്ക് പുറം ലോകത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നമ്മുടെ എന്ന് ചിന്തിക്കുന്നതിനും അപ്പുറം ചില സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യങ്ങളെ ദൈവം തരുമ്പോൾ അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അതെങ്ങനെ അമ്മ അതിനോട് പ്രതികരിച്ചു എന്നത് നമുക്ക് തുടർ ചിന്തകളിൽ കാണാം. ഒരു എലിസബത്ത് ഉണ്ടാകുക, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളെ സ്വയം സന്തോഷിക്കാനുള്ള കാരണങ്ങളായി ആർക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമോ അവർക്കാണ് നിത്യമായ നിലനിൽക്കുന്നതായ ആനന്ദം ഉണ്ടാകുന്നത്. ഒന്ന് ട്രൈ, നിങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ട്രൈ ചെയ്യണം. നമുക്ക് പലപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്നത് മറ്റുള്ളവരുടെ സന്തോഷമാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മകൾ നമുക്ക് അസ്വസ്ഥതകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കും. മറ്റുള്ളവരുടെ വളർച്ച നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ചില ആകുലതകൾ ഉണ്ടാക്കും. അതിനപ്പുറമായി ചിന്തിക്കാൻ അമ്മ നമുക്കൊരു പ്രേരക ശക്തിയായി മാറുകയാണ്. അമ്മ പറയുകയാണ്, എലിസബത്തിന്റെ സന്തോഷം അതെന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. അതെങ്ങനെ പ്രതികരിച്ചു എന്നത് നമുക്ക് പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാം. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ആരുണ്ടാകണം? ഒരു ഗബ്രിയേൽ. ആങ്കറിങ് ആങ്കറിങ് ആങ്കറിങ്, നിരുപാധികം അങ്ങോട്ടങ്ങ് കൊടുത്തേക്കണം, ഹൃദയം സമർപ്പിച്ചേക്കണം. തമ്പുരാനെ, നിനക്ക് സാധിക്കാത്തതൊന്നുമില്ല. രണ്ടാമതായി, മറ്റൊരാളിന്റെ സന്തോഷം അതെന്റെ സന്തോഷത്തിന്റെ കാരണമാണ്. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ ഈ ചോദ്യത്തിന് മറുപടി എന്താ? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും എന്നതിന് ദൂതൻ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ സംഭവിച്ചെങ്കിൽ നിനക്കും അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ ശക്തിപ്പെടുത്തേണ്ട വാക്കുകളാണ്. മറ്റുള്ളവർക്ക് നന്മ എന്റെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഹൃദയംഗമായി ഞാൻ സ്വീകരിച്ചാൽ ആ നന്മ എനിക്കും ദൈവം തരും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആകുലപ്പെടേണ്ട. ലോകത്തിൽ നന്മ ചൊരിയുന്ന കർത്താവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നന്മയുടെ ഭാഗം നമുക്കും തരും. നമ്മെ കൈവിട്ട് കളയില്ല. മൂന്നാമതായി, മറിയയുടെ സന്തോഷത്തിന്റെ മൂന്നാമത്തെ കാരണം ഒരു ജോസഫ് ഉണ്ടാവുക. ഒരു ജോസഫ് ഉണ്ടാവുക. കൂട്ടിരിക്കാനും കൂടിരിക്കാനും താങ്ങും തണലാകുവാനും ഒരു ജോസഫ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറിയ ആനന്ദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സാധ്യമായ ഒരു മേഖലയായി സ്വീകരിക്കാൻ സാധിക്കുമോ? ആരോരുമില്ലാത്ത ഒരു കന്യകയും എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞും, തൻ്റെ ജനിതകരേതസിൽ ജനിക്കാത്ത ഒരു കൊച്ചിനു വേണ്ടിയാണ് ആ മനുഷ്യൻ അത്രത്തോളം കഷ്ടപ്പെട്ടത്. ജോസഫ് എന്ന വ്യക്തിത്വത്തെ അത്രയധികമായി നമ്മൾ കാണുന്നോ എന്ന് എനിക്കറിയില്ല.
നമുക്ക് ജോസഫിന്റെ നാമത്തിൽ പള്ളികളൊന്നുമില്ല. പക്ഷെ വേണ്ടതല്ലേ? പോട്ടെ, അത് ഒരു ചോദ്യമായിട്ട് തന്നെ പോട്ടെ. ജോസഫ് ഒരു മാതൃകാ പുരുഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് അയാൾ അത്രത്തോളം സങ്കടപ്പെട്ടത്, കാത്തിരുന്നത്? പക്ഷേ ആ ജോസഫിന്റെ സാന്നിധ്യം മറിയയ്ക്ക് എന്തായി? ആനന്ദത്തിന്റെ കാരണമായി. ഇതൊരു പാരസ്പര്യത്തിന്റെ ബന്ധമാണ്. ജീവിതത്തിൽ ഒരു ജോസഫ് ഉണ്ടാകുമ്പോൾ സങ്കടക്കടലിലും ആനന്ദത്തിന്റെ അനുഭൂതി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ജോസഫിനെ കുറിച്ച് ഏറെ ധന്യമായ ചിന്തകൾ വേദപുസ്തകം നൽകുന്നുണ്ട്. സ്വർഗത്തിലെ പിതാവ് തന്റെ മകനു വേണ്ടി കണ്ടെത്തിയ തന്നോടൊപ്പമുള്ള ഒരു മനുഷ്യ പിതാവാണ് ആര്? ജോസഫ്. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്വർഗത്തിലെ ദൈവം തന്റെ മകനു വേണ്ടി കണ്ടെത്തിയ തന്നോടൊത്ത ഒരു മനുഷ്യ പിതാവാണ് ആര്? ജോസഫ്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ആർക്കു വേണ്ടിയായി സങ്കടപ്പെട്ടെ? അദ്ദേഹം ആർക്കു വേണ്ടിയാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ടത്? ആ മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, നീതിമാനായ ജോസഫ്. എന്താ ആ വാക്കിന്റെ അർത്ഥം? നീതിമാൻ എന്ന് വെച്ചാൽ അതിന്റെ സുറിയാനി പദം കീനോ എന്ന വാക്കിന് അതിന്റെ അർത്ഥം ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം കൊടുക്കുന്നതിന്റെ പേരാണ് എന്ത്? നീതിമാൻ. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു വാക്കാണല്ലോ, നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന സ്നേഹം കൊടുക്കുന്നതിന്റെ പേരാണ് എന്ത്? നീതി. ഈ സ്നേഹം കൊടുത്തയാളാണ് ജോസഫ്. കുഞ്ഞിന് വേണ്ടുന്ന സ്നേഹം ആ കുഞ്ഞിന്, അമ്മയ്ക്ക് വേണ്ടുന്ന സ്നേഹം അമ്മയ്ക്ക്. മറിയത്തിന്റെ ഉദരത്തിലാണ് ഉണ്ണിയേശു പിറന്നതെങ്കിൽ ജോസഫിന്റെ തലയിലാണ് ആര് പിറന്നത്? ഉണ്ണിയേശു. കാരണം അത്രത്തോളം സമർപ്പണം ആ മനുഷ്യന് ഉണ്ടായിരുന്നു. അയാൾ ആരോടും സംസാരിച്ചതായി വേദപുസ്തകം കാണുന്നില്ല. പക്ഷെ വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അയാൾ ഉറക്കമുണർന്നു തന്റെ ഭാര്യയെ ചേർത്തുകൊണ്ടു. എനിക്കത് കുറച്ചുകൂടെ ഹൃദ്യമായിട്ടാ തോന്നുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടെങ്കിൽ പിന്നെ ഉറങ്ങത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ നേച്ചറാണല്ലോ. എന്തെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, എന്ത് വരത്തില്ല? ഉറക്കം വരത്തില്ല. എത്ര പട്ടുമെത്തയാണെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ളതല്ലാതെ ഉറക്കമില്ല. പക്ഷെ ഇവിടെ പറയുന്നത്, ഈ മനുഷ്യൻ ഉറക്കം ഉണർന്നു, മാലാഖ കൽപ്പിച്ചതുപോലെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷമുള്ളപ്പോഴും അയാൾ എന്ത് ചെയ്തു? ഭംഗിയായി ഉറങ്ങി. കാരണം ദൈവത്തിൽ പൂർണ്ണമായി അയാൾ ആശ്രയം അർപ്പിച്ചിരുന്നു. ദൈവത്തിൽ പൂർണ്ണമായി അതിനുവേണ്ടി കാത്തിരുന്നു. The real test in life is the patience to wait for the right time. The real test in life is the patience to wait for the right time. കൃത്യമായ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. എന്താ ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്? പേഷ്യൻസ് എന്ന വാക്ക്, ആ വാക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ? പേഷ്യൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സഹിഷ്ണുത, എൻഡ്യൂറൻസ്, ക്ഷമ. അതൊക്കെ പേഷ്യൻസ് എന്ന വാക്കിന്റെ അർത്ഥം. ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള ചിന്ത എന്താ? പേഷ്യൻസ് that does not mean the time for waiting. The real meaning of patience is how you behave while you are waiting. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു തരാനേ ഒക്കത്തുള്ളൂ. അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തുറന്നു പറയാം. Patience that does not mean the time that you wait for getting something. എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ സമയമല്ല എന്ത്? ഈ ക്ഷമ, എൻഡ്യൂറൻസ്, പേഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? The time that you behave while you are waiting.
നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ചിലരാണെങ്കിൽ കാത്തിരിക്കും, പ്രാർത്ഥിക്കും, പക്ഷേ പെരുമാറ്റം ശരിയില്ല. ആദിയും വ്യാധിയുമുള്ള കാത്തിരിപ്പല്ല, ദൈവത്തിൽ പൂർണ്ണമായി ഹൗ യു ബിഹേവ്, നീ എങ്ങനെ പെരുമാറുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള സഹിഷ്ണുത. നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ, കർത്താവേ സങ്കടത്തിന്റെ നടുവിൽ ജോസഫിനെ പോലെ പെരുമാറാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണം. അല്ലാതെ ജോസഫ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ആ കുരിശടി കാശിടുക മാത്രമല്ല, കാശൊക്കെ ഇടണം, അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ അത് ഇടുക മാത്രമല്ല, പ്രാർത്ഥിക്കണം, കർത്താവേ ജോസഫിനെ പോലെ സങ്കടത്തിന്റെ നടുവിൽ നന്മയായി പെരുമാറാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമ്മുടെ ആനന്ദം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഒരു ജോസഫ് ഉണ്ടാകുമ്പോഴാണ്. ഒരു ജോസഫ് ആകാൻ ഒക്കുമോ? തിരിച്ചും മറിച്ചും റെസിപ്രോക്കലാണ്. നിങ്ങൾ വിചാരിക്കരുതോ ഞങ്ങളുടെ പേരല്ല ജോസഫ്, അതുകൊണ്ട് ഞങ്ങൾ വേണ്ട. അങ്ങനെയല്ല. അമ്മ പഠിപ്പിക്കുന്ന പാഠമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് അതിലേക്ക് വരാം. അതിൻ്റെ എങ്ങനെ അമ്മ ചെയ്തു എന്നത് നമുക്ക്, അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ പറയുന്നേ, പരിശുദ്ധ കന്യാമറി. അതുകൊണ്ട് ഞാൻ ജാമ്യം എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് ആരെ കാണുന്നത്? കന്യാമറിയത്തെയും ഗിവർഗീസ് ആണ്. പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ജീവിത മാതൃകയാണ് ആര്? മറിയം, ഗിവർഗീസ് സഹത. ആ ജീവിത മാതൃക സ്വീകരിക്കാതെ നമ്മൾ ഈ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥർ എന്ന ആ പേര് ചാർത്തിയത് കൊണ്ട് മാത്രമായില്ല. നമുക്കതിലേക്ക് വരാം. എങ്ങനെയാണ് അത് ജീവിതത്തിൽ അമ്മ പ്രാവർത്തികമാക്കിയത് എന്ന്. 3 കാര്യങ്ങൾ മറന്നുപോയോ? ഇല്ല. 1 ഒരു ഗബ്രിയേൽ, 2 ഒരു എലിസബത്ത്, 3 ഒരു ജോസഫ്. കൂടിരിക്കാനും കൂട്ടിരിക്കാനും കൂടുണ്ട് എന്ന് പറയാനും അതുണ്ടാകണം. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മെ ആനന്ദിപ്പിക്കുന്നത് ഏത് സങ്കടത്തിന്റെ നടുവിലും, നിങ്ങളൊന്ന് ശീലിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ കൈക്ക് പിടിക്കാൻ ഒരു കൂട്ടാളി ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ ആനന്ദത്തിന്റെ സാഹചര്യം. ചില കുടുംബങ്ങളൊക്കെ സങ്കടങ്ങളുടെ നടുവിൽ അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നുവെങ്കിൽ യാതൊരു മാജിക്കും അവിടെയില്ല. ആകെയുള്ളത് പങ്കാളി ഒരു ജോസഫാ. അതുകൊണ്ട് സ്ത്രീകൾക്കും ജോസഫ് ആകാം, പുരുഷന്മാർക്കും ജോസഫ് ആകാം, അച്ഛന്മാർക്കും ജോസഫ് ആകാം. അടുത്ത സ്ഥാനത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എല്ലാവർക്കും ആരാകാം? ഒരു ജോസഫ് ആകാം. അങ്ങനെയാകുമ്പോ സങ്കടത്തിന്റെ നടുവിലും നമുക്ക് ആനന്ദിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ പരിശുദ്ധ അമ്മ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് 4മതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1, ആനന്ദത്തിന്റെ 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. 2, ഈ കാരണങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളോടുള്ള മറിയത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? 1-മത്തത് ഞാൻ വിശദമാക്കണ്ട, കാരണം നിങ്ങൾക്കറിയാം. 1-മത്തത് എന്തായിരുന്നു? ഗബ്രിയേൽ. അതിനോട് എങ്ങനെയാ മറിയം പ്രതികരിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ഗോഡ്, ദൈ വിൽ. അമ്മ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ലെറ്റ് ഹി ഡിസൈഡ്. എന്റെ ദൈവം എന്റെ നാഥനാണെങ്കിൽ അവൻ തീരുമാനിച്ചോട്ടെ. നമുക്ക് ശക്തമായിട്ട് ഗിവർഗീസ് സഹത പറഞ്ഞതുപോലെ പറയാൻ സാധിക്കണം, അവൻ തീരുമാനിച്ചോട്ടെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും തമ്പുരാൻ നിശ്ചയിക്കട്ടെ. ആ ദൈവം, അത് ക്രിസ്തുമതത്തിന്റെ ദൈവം മാത്രമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവൻ നിശ്ചയിക്കട്ടെ. ലെറ്റ് ഹി ഡിസൈഡ്. ഞാൻ കർത്താവിന്റെ ദാസി, അതുപോലെ എനിക്ക് ഭവിക്കട്ടെ. 2-മത്തെ ചിന്ത ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കുകയാണ്. 2-മത് അവളുടെ സന്തോഷത്തിന്റെ കാരണം എന്താ? ഒരു എലിസബത്ത് എന്ന് പറയുമ്പോ മറ്റൊരാളിന്റെ സന്തോഷം എന്റെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ഒരു കാരണമായി മാറുകയാണ്. അവൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുത്ത ദൈവം നിനക്കും
ആ സന്തോഷം തരും. അതിനോട് മറിയം എങ്ങനെയാ പ്രതികരിച്ചത്? വളരെ സുന്ദരമായി വേദപുസ്തകത്തിൽ പറയുന്നൊരു വാക്യമാണ് ലൂക്കോസ് 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. ലൂക്കോസ് 1-ാം അധ്യായം 39-ാമത്തെ വാക്യം. നമ്മൾ ഇപ്പൊ പറയുന്ന മറിയമിന്റെ പാട്ടിലേക്ക് വരുന്ന ആ വാക്യമാണ് 39-ാമത്തെ വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. എന്ന് വെച്ചാൽ എന്തുവാ ബന്ധപ്പെട്ട്? എന്റെ അച്ഛ എന്തോ ഒരു ബന്ധപ്പാടാ. ഞങ്ങളും പറയും എന്തോ ഒരു ബന്ധപ്പാടാ. എന്ന് വെച്ചാൽ എന്തുവാ? ആഗ്രഹമുണ്ട് പക്ഷെ ബന്ധപ്പാട്. പള്ളി പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബന്ധപ്പാടാ. നാമം ജപിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബന്ധപ്പാടാ. ഈശ്വരനെ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബന്ധപ്പാടാ. നമുക്ക് എന്തോരം ബന്ധപ്പാടുകൾ ഉള്ളവരാണ് നമ്മളൊക്കെ. ഞാൻ പറയും, ഞാനിന്ന് അടൂരിൽ നിന്ന് ഇവിടെ വരെ ബന്ധപ്പെട്ടാ വന്നത്. എന്തോ ഒരു ബന്ധപ്പാടുകളാ. ട്രാഫിക് ജാം, റോഡ് കുഴി, വെള്ളം, എന്തോരം ബന്ധപ്പാടുകളാ. അതാണോ ഈ ബന്ധപ്പെട്ടെന്ന് പറയുന്നേ? ആ ബന്ധപ്പാടാണോ? ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ തന്നെ വയറ്റിൽ എന്തായി? ബന്ധപ്പാട് തുടങ്ങി. അതാണോ ഈ ബന്ധപ്പാടെന്ന് പറയുന്നേ? അല്ല. ഇംഗ്ലീഷിൽ പറയുന്നത് വിത്ത് ഹേസ്റ്റ്. ഹേസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എക്സസീവ് സ്പീഡ് ഇൻ ആക്ഷൻ. അമ്മ എലിസബത്തിനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് പറയും വിത്ത് ഹേസ്റ്റ് ഹി വെന്റ് ടു ദ ഹിൽ കൺട്രി ഓഫ് ജൂഡയ. അവൾ യഹൂദയിലുള്ള മലനാട്ടിലേക്ക് എങ്ങനെ പോയി? വിത്ത് ഹേസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എക്സസീവ് സ്പീഡ് ഇൻ ആക്ഷൻ. വളരെ വേഗത്തിൽ, ഓവർ സ്പീഡ്, ആംബുലൻസ് പോകുന്ന സ്പീഡ്, അങ്ങനെ പോയി. അതാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം 80 മൈലുണ്ട് മറിയം താമസിച്ച സ്ഥലത്ത് നിന്ന് യഹൂദ്യ മലനാട്ടിലേക്ക്. അപ്പോൾ എത്ര? 110-120 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അത് മലനാടാണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഹില്ലി പ്ലേസ്. അപ്പൊ പിന്നെ ആംബുലൻസ് പോകുന്നത് പോലെ പോകാന് ഒക്കത്തില്ല. അപ്പൊ അതുമല്ല, പിന്നെന്താ? പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് അത് അറിയാൻ വേണ്ടിയല്ല, പക്ഷെ അത് പഠിക്കണം. കാരണം മൂലഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഓരോ വാക്കിനും അതിൻ്റെതായ ആഴമുള്ള അർത്ഥതലങ്ങൾ. ഗ്രീക്ക് ഭാഷയിൽ ബന്ധപ്പെട്ടു എന്ന മലയാളത്തിന്റെ ഹേസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അതിന്റെ മൂലഭാഷയിലെ വാക്ക് സ്പൂഡേസ് എന്ന വാക്കാണ്. പാടുണ്ടോ? ഇല്ല, ഓർത്തിരുന്നാ മതി. അതങ്ങ് ഓർത്തിരുന്നു. സ്പൂഡേസ് എന്ന വാക്ക്. ആ വാക്കിന് 3 അർത്ഥങ്ങളാണ്. 1, an action of responsibility. 2, an action of sincerity. 3, an action of humility. ഈ 3 അർത്ഥങ്ങളാണ് എന്തിനുള്ളത്? സ്പൂഡേസ്. 1, an action of responsibility എന്ന് വെച്ചാൽ എന്താ? എന്റെ ഉത്തരവാദിത്വം, എന്റെ കടമയാണ്, എന്റെ ഔദാര്യമല്ല, പിന്നെ അതെന്റെ കടമയാണ്. പ്രിയപ്പെട്ടവരെ, എലിസബത്തിന്റെ സന്തോഷം നിന്റെ സന്തോഷത്തിന് കാരണമാണെന്ന് പറയുമ്പോൾ അമ്മ പ്രതികരിക്കുന്നത് എങ്ങനെയാ? ആ എലിസബത്തിനെ കാണുക, ശുശ്രൂഷിക്കുക എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ കടമയാണ്. ഇന്നത്തെ ലോകത്തിൽ 2 വാക്കുകളുണ്ട്. 1 അവകാശവുമുണ്ട്, 2 ഉത്തരവാദിത്വമാണ്. എൻ്റെ ഭാര്യ ഗവൺമെന്റ്, അത് പറയാൻ വേണ്ടിയല്ല കേട്ടോ, ഗവൺമെന്റ് സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടേറിയറ്റ് സമരത്തിന് എവിടെ? തിരുവനന്തപുരത്ത് ഞാൻ വിടാറുണ്ട്. സമരം ചെയ്യാൻ പോകാറുണ്ട്. കാരണം 2 ഡിമാൻഡ്സ് അവരുടെ അസോസിയേഷൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. 1, ജോലി സമയം കുറയ്ക്കണം, 2, ശമ്പളം. അതുകൊണ്ട് ഞാൻ വിടാറുണ്ട്. കാരണം ഇത് 2ഉം എനിക്ക് ഗുണമാണ്. എൻ്റെ ഭാര്യയുടെ ജോലി സമയം കുറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ കിട്ടും, ശമ്പളം കൂടിയ അത് നല്ലതുകൊണ്ട് ഞാൻ പോയി സമരത്തിന് അവളോട് പറയാറുണ്ട്, പോയി സമരമൊക്കെ ചെയ്ത് വരണം. കാരണം അവകാശമാണ്. എന്ത്? ജോലി സമയം കുറയ്ക്കണം, ശമ്പളം കൂടി, അവകാശമാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, ഞാൻ പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ അവളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ നേതാക്കന്മാരോട് പറയണം, അവകാശം മാത്രം പോരാ, ഉത്തരവാദിത്വവും കൂടെ വേണം. അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഉത്തരവാദിത്വം മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അമ്മ വിത്ത് റെസ്പോൺസിബിലിറ്റി, ഇതെന്റെ കടമയാണ്. നമ്മളൊന്ന് ചെയ്തു നോക്കി. ഇന്ന് വീട്ടിൽ കിടക്കുന്ന അച്ചായൻ ബെഡിലാണ്, എല്ലാം സാധിച്ചത് അവിടെയാണ്. പലരും അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഗിവറീസറുടെ മധ്യസ്ഥതയും വന്നിട്ടുണ്ട്. പാടായിരുന്നില്ലയോ? പിന്നെ പാട് മാറ്റുന്നത് എന്നാ പാടാ. പക്ഷേ തിരിച്ചു ചെല്ലുമ്പോൾ
ഇതെന്റെ ഉത്തരവാദിത്തമാണെന്നൊന്ന് നോക്കി ഒന്ന് പ്രവർത്തിച്ചു നോക്കുകയും അമ്മ അനുഭവിച്ച ആനന്ദം നമുക്ക് ലഭിക്കും. ഞാൻ സമയം പോകുന്നതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വിത്ത് റെസ്പോൺസിബിലിറ്റി, ഇതെന്റെ ഉത്തരവാദിത്തം. അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനെ മറക്കരുത്? ഈ അപ്പസ്തലന്മാരും ഈ വിശുദ്ധന്മാരും ഒക്കെ അവകാശബോധം മാത്രമല്ല, അവർ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിച്ചു വരാം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, an action with sincerity, ചെയ്യുന്നത് എങ്ങനെ? ആത്മാർത്ഥമായി. അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം പോയതുകൊണ്ട്. മൂന്നാമതായി an action with humility, താഴ്മയോടെ. അമ്മ ചെയ്ത എല്ലാ സ്ഥലങ്ങളും, അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തി നമ്മുടെ ആരാധനയിൽ അവളെ പോലെ ആരും, അത് ദൈവ മുമ്പിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അമ്മ ചെയ്തത് താഴ്മയോടെ. ഒരു വാക്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ പറയുന്ന സംഭവം ഏതായിരിക്കും? പിന്നെ കൊല്ലക്കുടി സൂചി വെക്കാൻ വേണ്ടി അച്ഛൻ വന്നിരിക്കുക. ഏത് സംഭവം? കാനാവിലെ കല്യാണം. പച്ചവെള്ളം വീഞ്ഞാക്കി, അമ്മയുടെ മധ്യസ്ഥത. പക്ഷെ 2-ാം അധ്യായം 9-ാം വാക്യം എങ്ങനെയാ പറയുന്നത്? അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ ആരും. സത്യത്തിൽ അറിയാവുന്നത് ആരൊക്കെയാ? 1, അമ്മയ്ക്കറിയാം. 2, കോരിയവർക്കറിയാം. 3, കർത്താവിനറിയാം. ഇതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നത് ആർക്കാ? കിട്ടേണ്ടുന്നത് ആർക്കാ? ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങനെയില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എൻ്റെ ധാരണ, നമ്മുടെ യോഗങ്ങളൊക്കെ ഏത് സമൂഹത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് കൊണ്ട് നടന്നു, ഞാനാണ് അതിന്റെ പിമ്പിൽ. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ 40 പേരറിയും. ചുമ്മാതൊന്നും വന്നതല്ല ഈ വെള്ളം, വീഞ്ഞ് അവന് കുടിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെയാ വന്നതെന്ന് ആർക്കേ അറിയത്തുള്ളൂ? എനിക്ക് മാത്രമല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീഞ്ഞ് തീർന്നു പോയത് ആരറിഞ്ഞു? ആരറിഞ്ഞില്ല? വെരി ഗുഡ്. വീട്ടുകാരും വിരുന്നുവാഴിയും അറിഞ്ഞില്ല. ആരറിഞ്ഞു? ഈ അന്നത്തെ ഒരു കല്യാണ സംവിധാനത്തിൽ വരേണ്യവർഗമാണ് 1-ാം പന്തി. അങ്ങനെ സ്റ്റാറ്റസ് അനുസരിച്ച് പന്തികൾ ഇങ്ങനെ കുറഞ്ഞു വരും. ഏറ്റവും സ്റ്റാറ്റസ് കുറഞ്ഞവർക്കുള്ളതാണ് അവസാനത്തെ പന്തി. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ ഞാൻ പറഞ്ഞാൽ അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ശരിയല്ല. പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണം കഴിയുമ്പോഴേ ഈ വാഴച്ചുവട്ടി നിൽക്കുന്ന കുറെ പാവം മനുഷ്യരുണ്ട്. ഓർമ്മയുണ്ടോന്നറിയില്ല. ഉണ്ട്, പോട്ടെ. അത് ഞാനിപ്പോ അതിന്റെ പറഞ്ഞു പോകുന്നത് തെറ്റാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആരെങ്കിലും വിളിച്ചായിരുന്നോ? അവരെ വിളിച്ചായിരുന്നോ? ഇല്ല. അവർക്ക് ആ വിളമ്പി കൊടുത്ത രീതിയൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർത്തില്ലേലും എന്തൊരു അധപ്പതനമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പരിഗണന കൊടുത്തിട്ടുണ്ടോ? അവർക്കുള്ളതാണ് എത്രാം പന്തി? അവസാന പന്തി. എന്നാൽ അമ്മ അവസാന പന്തിക്ക് വേണ്ടിയും കാത്തിരുന്നു. അതുകൊണ്ടാണ് അവസാന പന്തിയിൽ വീഞ്ഞില്ല എന്ന് ആർക്ക് മനസ്സിലായത്? അമ്മയ്ക്കും. ഇതാണ് അമ്മയുടെ താഴ്മ. അല്ലാതെ മറിയമ്മെ പോലെ ആരും താഴ്ത്തപ്പെട്ടില്ലെന്ന് പാട്ടുപാടി കൊയറിങ്ങനെ കിണകിണാന്നടിച്ച് വേണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ വേണം. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പാടുക മാത്രമല്ല. പക്ഷേ ആ താഴ്മ വെള്ളം ഈ വീഞ്ഞ് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയവരല്ലാതെ മറ്റാരും അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ അർഹതയുള്ളവളായിരുന്നു ആര്? കന്യാമറിയം. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഞാൻ പറഞ്ഞല്ലോ, മൂന്നാമതായി വിത്ത് ഹ്യൂമിലിറ്റി. അതുകൊണ്ട് ദൈവബന്ധത്തിലും ആ എലിസബത്തുമായിട്ടുള്ള ബന്ധത്തിലും അവൾ കാണിച്ച ആ ആർജവത്വം. ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ജോസഫ് എങ്ങനെ കരുതിയോ അതുപോലെ അവൾ തിരിച്ചും കരുതി, അല്ലേ? ദേവാലയത്തിൽ വെച്ച് 12-ാമത്തെ വയസ്സിൽ കൊച്ചിനെ കാണാതെ വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊച്ചിനെ കണ്ടത്. രണ്ടുപേരും കൂടെ ഓടി ആരുടെ അടുത്ത് ചെന്നു? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്താം. ആരുടെ അടുത്ത് ചെന്നു? യേശുവിന്റെ അടുത്ത് ചെന്നു. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ദേവാലയത്തിൽ ഉപദേശിക്കുന്നു. നിങ്ങളാണെങ്കിൽ എന്നാ പറയും? ജോസഫ് അടുത്ത് നിൽപ്പുണ്ട്. എടാ കൊച്ചനെ എന്നെ സങ്കടപ്പെടുത്തി, പിന്നെ ഇങ്ങരുടെ വലിയ സന്താനം പിന്നെ എങ്ങനെ കാണാതിരിക്കുന്നേ? മറിയം
പറഞ്ഞത് അങ്ങനെയല്ല. വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 48-ാം വാക്യം, ഞാനും നിന്റെ അവിടെ മറുപടി വന്നു. ഞാനെന്ന് പറഞ്ഞപ്പോഴേ ആരായി? അപ്പനും. അല്ല, ഞാനും നിന്റെ അപ്പനും എന്നല്ല, പിന്നെ നിന്റെ അപ്പനും ഞാനും. പ്രയോറിറ്റി ഗോസ് ടു പങ്കാളി. ആർക്ക് പ്രാധാന്യത? നിന്റെ അപ്പനും. ഈ അപ്പനല്ല, ഈ അപ്പൻ, ഈ കൊച്ചിന്റെ അപ്പനെന്ന് ആർക്കറിയാം? ഈ അമ്മയ്ക്കറിയാം. അമ്മയ്ക്കാണ് കൃത്യമായിട്ട് അറിയാവുന്നത്. പക്ഷേ യുവർ ഫാദർ ആൻഡ് മീ, നോക്കുക, തന്റെ ബന്ധത്തിന്റെ പൂർണ്ണത അവിടെ കാണുകയാണ്. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത്ര നല്ല അമ്മയെ നമുക്ക് നൽകിയിട്ട് നല്ല മക്കളായോ നമ്മൾ? ഇത്ര നല്ലൊരു അമ്മയെ നമുക്ക് നൽകിയിട്ട് നമ്മൾ നല്ല മക്കളായോ? ഇപ്പൊ ചോദിക്കും, അച്ഛാ, അങ്ങനെ മക്കളായ സംഭവങ്ങളൊക്കെ, നല്ല മക്കളായ സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരു സംഭവം മാത്രം കമ്പി വാക്കുകളിൽ പറഞ്ഞ് ഞാൻ തീർക്കാം. കർത്താവിന്റെ കുരിശിൽ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ജോൺ, ദിസ് ഈസ് യുവർ മദർ. അമ്മയോട് പറഞ്ഞു, അമ്മ, ഇതാ നിന്റെ മകൻ. തൊട്ടു താഴെ യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ആ നിമിഷം മുതൽ അവൻ അവളെ തന്നോടുകൂടെ ചേർത്തു. അത് കഴിഞ്ഞൊരു സംഭവം യോഹന്നാൻ 20-ാം അധ്യായം 5-6 വാക്യങ്ങളിലുണ്ട്. ഉയർപ്പിന്റെ പുലരിയിൽ കർത്താവിന്റെ കല്ലറയിലേക്ക് കർത്താവ് ഉയർത്തു എന്ന സംഭവം അറിഞ്ഞപ്പോ രണ്ടുപേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന്, ഒന്ന് നോക്കിക്കോ, പാളി നോക്കിക്കോ, യോഹന്നാൻ 20-ന്റെ 5-ഉം 6-ഉം. രണ്ടുപേര് വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഓടി. ആരൊക്കെയാ? പത്രോസും യോഹന്നാനും. രണ്ടുപേരും ഒരുമിച്ച് ഓടി. ചെറുപ്പമായതുകൊണ്ട് യോഹന്നാൻ ആദ്യം കല്ലറയ്ക്കലെത്തി. സാധാരണ ആ മനുഷ്യന്റെ സ്വഭാവം, അയാൾക്കൊരു പേരുണ്ട്, എന്ത്? ബോബനർഗസ്, ഇടിമക്കൾ. എല്ലാത്തിനും എന്തൂസിയാസം. അതിന് വിശദീകരണം ഞാൻ പോകുന്നില്ല. കർത്താവ് ശമരിയയിലൂടെ പോയപ്പോ ശമരിയക്കാർ എതിർത്തപ്പോ പറഞ്ഞു, എടാ, നീ ഒരു കാര്യം, മണ്ടൻ, നിനക്ക് ഇത്രയും കഴിവില്ലല്ലോ, ഇവന്മാരെന്തിനാ നിന്നെ എതിർക്കുമ്പോ നീ ഒരു കാര്യം ചെയ്യ, പണ്ട് തീയിറങ്ങി നശിപ്പിച്ചതുപോലെ ഇവരെ അങ്ങ് നശിപ്പിക്കും. ഇടിമക്കൾ എന്നാണ് ആ മനുഷ്യന്റെ പേര്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോഹന്നാൻ ആദ്യം കല്ലറയ്ക്കലെത്തി. അയാൾക്ക് കല്ലറ കാണാൻ, കർത്താവിനെ കാണാൻ, ആ കോണ്ടെക്സ്റ്റ് കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അയാൾ കാത്തുനിന്നു. പ്രായാധിക്യമുള്ള പത്രോസ് വരുന്നത് വരെ കാത്തുനിന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് കല്ലറയിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 രാത്രിയും 2 പകലും, അല്ലെങ്കിൽ 3 ദിവസം എന്നങ്ങ് പറയാം, 3 ദിവസം അമ്മയുടെ കൂടെയായിരുന്നു ആര് താമസിച്ചേ? യോഹന്നാൻ. അതെ, നല്ല അമ്മയാണെങ്കിൽ നല്ല മക്കളും ഉണ്ടാകും. ആ അമ്മയുടെ മധ്യസ്ഥത കാവലും കോട്ടയുമാകട്ടെ. 3 കാര്യങ്ങൾ, സന്തോഷത്തിന്റെ 3 കാരണങ്ങൾ. 1, ഒരു ഗബ്രിയേൽ. 2, ഒരു എലിസബത്ത്. 3, ഒരു ജോസഫ്. ഇത് 3നോടും ക്രിയാത്മകമായി അവൾ പെരുമാറി. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ കൈ എൻ്റെ മേൽ വെക്കണമേ. മറ്റുള്ളവരുടെ സന്തോഷത്തെ സന്തോഷമായി കാണാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത എനിക്ക് തരണമേ. എൻ്റെ പങ്കാളിയെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യതയോടെ കാണാനുള്ള ഹൃദയത്തിൻ്റെ ആഴം എനിക്ക് തരണമേ. ഞാൻ ചെയ്യുന്നതെല്ലാം ഔദാര്യത്തോടെയല്ല, ഏത് കാര്യം ചെയ്താലും അതിൽ ഉത്തരവാദിത്വത്തോടെ. അവകാശബോധത്തെക്കാൾ കൂടുതൽ എനിക്ക് ഉത്തരവാദിത്വ ബോധം തരണമേ. അങ്ങനെയാകുമ്പോൾ മറിയത്തിൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൻ്റെയും ആനന്ദമാകും. അപ്പോൾ മറിയം നമുക്കൊരു മാർഗദർശിയായി മുമ്പിലുണ്ടാകും. വാക്കുകൾ ചുരുക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത ഈ നോമ്പ് കാലത്ത് ശാന്തമായി ഓരോ ദിവസങ്ങളിലും അമ്മയുടെ മധ്യസ്ഥത അസാധ്യ കാര്യങ്ങളെ നേടിയെടുക്കാനല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കും, അസാധ്യ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം തരാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അസാധ്യമായ ചില സ്വഭാവ വിശേഷങ്ങൾ നമ്മിലുണ്ടാകാനാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥത. നമ്മൾ ആഗ്രഹിക്കുന്ന അസാധ്യ കാര്യങ്ങൾ ദൈവം തരാനല്ല, ദൈവം ആഗ്രഹിക്കുന്ന ചില
അസാധ്യ സ്വഭാവ വിശേഷങ്ങൾ നമ്മിലുണ്ടാകാൻ നമുക്ക് ആരുടെ മധ്യസ്ഥത? അപ്പുറത്ത് ആ തിരുശേഷിപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആവശ്യങ്ങളൊക്കെ പറഞ്ഞു, കൂടെ ഒന്ന് പറയണം, അങ്ങേപോലെ ആകാനും കൂടെ ഞങ്ങളെ സഹായിക്കണമേ, അങ്ങേപോലെ ആകാനും കൂടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കും.